ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് 2 ദിനവൃത്താന്തം 17-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം എന്ന് വായിക്കാം. എല്ലാവരും ബൈബിൾ കരങ്ങളെടുക്കണം. ഓപ്പൺ യുവർ ബൈബിൾ, ജസ്റ്റ് ഗോ ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ആരും എടുത്ത് തറയെ വെച്ച് ഇരിക്കരുത്, നിങ്ങൾ തുറന്ന് വായിക്കണം. 2 Chronicles chapter 17 verses 5. യഹോവ അവന് രാജത്വം ഉറപ്പിച്ചു കൊടുത്തു. യഹോവ യഹോശാഫാത്തിന് രാജത്വം ഉറപ്പിച്ചു കൊടുത്തു. എല്ലാ യഹൂദായും യഹോശാഫാത്തിന് കാഴ്ച കൊണ്ടുവന്നു. എല്ലാ യഹൂദായും യഹോശാഫാത്തിന് കാഴ്ച കൊണ്ടുവന്നു. അവന് ധനവും മാനവും വളരെ ഉണ്ടായി. അവന് ധനവും മാനവും വളരെ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവസ്ഥനിൽ ഇരിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്നു, യഹോവ ആയ ദൈവം ഒരു മനുഷ്യൻ്റെ രാജ്യത്വം ഉറപ്പിച്ചു കൊടുക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, ആമേൻ. പ്രാരംഭമായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലെയും വിടുതൽ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ പോവുകയാണ്. സ്തോത്രം. ഉറപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. സ്തോത്രം. വിടുവിക്കുമെന്നല്ല പറഞ്ഞത്, അത് ഉറപ്പിക്കുവാൻ പോവുകയാണ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ദൈവം ഒരു കാര്യം ചെയ്താൽ പിന്നെ അതിന് മാറ്റമില്ല. സ്തോത്രം. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം രാജ്യത്വം ഉറപ്പിച്ചപ്പോൾ എല്ലാ യഹൂദയും രാജാവിനെ കാഴ്ച കൊണ്ടുവന്നു. അവന് ധനവും മാനവും വളരെ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഭൗതിക നന്മകളെക്കുറിച്ചല്ല ഇന്ന് പകൽക്കാലം ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ ഒരു മനുഷ്യനെ അംഗീകരിക്കുന്ന അനുഭവം, അവനെ രാജ്യത്വം ഉറപ്പിക്കുന്നൊരു അനുഭവം, ഇതെല്ലാം നൽകി തരുന്നത് ആരാണ്? യഹോവയ ദൈവമാണ്. സ്തോത്രം. എന്തുകൊണ്ടാണ് യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, അതിന്റെ 3-4 വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. വായിച്ചാട്ടെ. ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽവിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവസാനത്തെ ആ ഭാഗം ഒന്ന് ഓർക്കണം. യഹോവ യഹോശാഫാത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം, സ്തോത്രം. ദൈവമക്കളോടൊരു കാര്യം ഞാൻ പറയാം. ദൈവ ഇഷ്ടപ്രകാരമുള്ള ജീവൻ നയിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും ദൈവ ഇഷ്ടപ്രകാരമല്ലാത്ത ജീവൻ നയിക്കുവാൻ നിങ്ങൾ തുനിയരുത്. എനിക്കൊന്നിനും കഴിയുന്നില്ല നാഥാ, ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നു, കർത്താവ് എൻ്റെ അവസ്ഥ അനുസരിച്ച് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പറയാമെങ്കിൽ 100% ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഇവിടെ അവൻ്റെ രാജ്യത്വം ഉറയ്ക്കുവാനുള്ളൊരു കാരണം, അവന് കാഴ്ച ജനം കൊണ്ടുവരാനുള്ള കാരണം, അവന് ധനവും മാനവും ഉണ്ടാവാനുള്ള കാരണം, സ്തോത്രം, ആമേൻ, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു ഭാഗം നിങ്ങൾ വളരെയധികം ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് എൻ്റെ ആവശ്യം? എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ടെന്നുള്ള ഉറപ്പാണ് അന്ത്യത്തോളം ജയത്തോടെ ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നത്. എപ്പോൾ ആ ഉറപ്പ് നഷ്ടപ്പെടുന്നുവോ, എപ്പോൾ ഉറപ്പ് മാറിപ്പോകുന്നുവോ, ഞാനും നിങ്ങളും തകർച്ചയുടെ പടുകുഴിയിലേക്ക് താണുപോകും. ഒന്ന് ഞാൻ ആത്മാവിൽ വചനാടിസ്ഥാനത്തിൽ വിളിച്ചു പറയാം, നീ നേരിടുവാനിരിക്കുന്ന ഏത് പ്രതിസന്ധി നടുവിലും നീ സ്തംഭിച്ചു പോയാലും യഹോവ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് സകലത്തിന് മേലും നീ ഞാനും ജയം പ്രാപിക്കും. സ്തോത്രം. ഒടുവിൽ ജയമാ. സ്തോത്രം. പക്ഷേ നിങ്ങൾ ഓർത്ത് നോക്കണം, എൻ്റെ കൂടെ നിൽക്കാൻ തക്കവണ്ണം, ദൈവം എൻ്റെ കൂടെ നിൽക്കുവാൻ തക്കവണ്ണം എന്നെ ഒന്ന് ഒരുക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. അപ്പോൾ യഹോശാഫാത്തിന് രാജ്യത്വം ഉറപ്പിച്ചു കൊടുത്തത്, അവന് ധനവും മാനവും ഉണ്ടായത്, അനേകർ അവനെ രാജാവായി അംഗീകരിച്ച് അവന് ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തതിൻ്റെ കാരണം അവൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, അവൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണം നമ്മുടെ കൂടെ ദൈവമുണ്ട്. സ്തോത്രം. നമ്മുടെ നന്മയ്ക്ക് കാരണം നമ്മളുടെ ദൈവമുണ്ട്. സ്തോത്രം. നമ്മുടെ കുടുംബത്തിൻ്റെ വിടുതലിൻ്റെ കാരണം നമ്മുടെ കുടുംബത്തോടൊപ്പം ദൈവം ഉണ്ടായിരുന്നു. സ്തോത്രം. നമ്മുടെ തലമുറകളുടെ വിടുതലിൻ്റെ കാരണം തലമുറയോടൊപ്പം ദൈവം ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. എപ്പോഴും ഞാൻ ഉറപ്പിക്കണം, ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിശ്വാസത്തിൽ എക്സസൈസ് ചെയ്യണം, ദൈവം എന്നോട് കൂടെ ഉണ്ട്. സ്തോത്രം. ഒരിക്കൽ മോശ പറഞ്ഞു, മോശയ്ക്ക് കാര്യം മനസ്സിലായി.
പുറപ്പാട് പുസ്തകം 33 അധ്യായം 15 വാക്യത്തിലേക്ക് വരും. എക്സോഡസ് ചാപ്റ്റർ 33:15. കാര്യം മനസ്സിലായി മോശ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അവൻ അവനോട്, ആ തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. മോശ ദൈവത്തോട് പറഞ്ഞു, 6 ലക്ഷം പുരുഷന്മാരും സമ്മിശ്ര ജാതിയും കന്നുകാലികളും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട്. സ്തോത്രം. എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ, എല്ലാം വലിയ വലിയ ജനക്കൂട്ടം. പക്ഷേ എനിക്കിതൊന്നും അല്ല ആവശ്യം. എനിക്ക് ഒറ്റ കാര്യമേ ആവശ്യമുള്ളൂ. നിന്റെ സാരഥ്യം എൻ്റെ കൂടെ വരുന്നില്ല എങ്കിൽ ഒരു ചുവട് വെക്കുവാൻ എന്നെ അനുവദിക്കരുതേ. സ്തോത്രം. ആരാ പ്രാർത്ഥിച്ചെന്നറിയാമോ? ഈ കാര്യം മനസ്സിലായ ദൈവം. ഇതിൽ ഇന്ന് പകൽ നീ മനസ്സിലായെങ്കിൽ നീ ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, ഈ നിമിഷം മുതൽ ആ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ല എങ്കിൽ ഒരു ചുവട് വെക്കുവാൻ എന്നെ അനുവദിക്കരുതേ. നീ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ മറുഭാഗോടെ പരിശോധിക്കണം. എപ്പോഴും നിങ്ങൾ മറുഭാഗോടെ പരിശോധിക്കണം. നമ്മുടെ വരാൻ ദൈവത്തിന് ഇഷ്ടമാണോ? അതുകൂടെ ചിന്തിക്കണ്ടേ. എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ഈ രാജാവ്, ഇവിടുത്തെ രാജാവ് ഞാൻ അവിടെ കമ്പനി അടിച്ച് കിടക്കണം. പക്ഷെ പുള്ളിക്ക് എന്നെ കിടക്കാൻ ഇഷ്ടമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം, പക്ഷെ പുള്ളിക്ക് എന്ത് ചെയ്യില്ല, ഇഷ്ടമല്ല. എന്നാൽ നമ്മുടെ രാജാവിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കാം. ഈ നമ്മുടെ കൂടെ നിൽക്കാൻ ദൈവത്തിന് ഇഷ്ടമാണോ? വേഗത്തിൽ കുറച്ച് വാക്കുകൾ നിങ്ങൾ ആത്മാവിൽ ബലപ്പെടുത്താൻ നമുക്ക് മാത്രം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി 26-24 ഒന്ന് വായിച്ചേ. ജനസിസ് 26:24. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്റെ പിതാവ് അബ്രഹാമിന്റെ ദൈവമാകുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. 28:15 വായിച്ചു. ഉൽപ്പത്തി തന്നെ. യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്തു നിന്ന് അബ്രഹാമിനോട് വിളിച്ചരുളി ചെയ്തത്, നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട്. 28:15 ആണോ? അല്ല, 28:15. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. യാക്കോബോട് ഇതാ ഞാൻ നിന്നോട് കൂടെ. ഇസഹാക്കോട് പറഞ്ഞു ഞാൻ നിന്നോട് കൂടെയുണ്ട്. അബ്രഹാമോട് പറഞ്ഞു ഞാൻ നിന്നോട് കൂടെയുണ്ട്. യാക്കോബോട് പറഞ്ഞു എന്ത് ചെയ്തു? ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. യോശുവ 1:9 വായിച്ച്. യോശുവ 1:9. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ പറയാ, നീ ഭയപ്പെടണ്ട. മോശ പ്രാർത്ഥിച്ചു, ദൈവസാരഥി കൂടെ വരണം. കർത്താവ് പറഞ്ഞു കൂടെ വരുന്നു. മോശ മരിച്ചപ്പോൾ യോശുവോട് പറയാ, മോശയുടെ മാത്രമല്ല നിന്നോടുകൂടെ ഞാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്താ ദൂതെന്നറിയാമോ? നിന്നോടുകൂടെ മാത്രമല്ല, ആമേൻ, നിന്റെ തലമുറയോട് വരെ ദൈവം ഉണ്ടായിരിക്കും. സ്തോത്രം. അത് നീ ആദ്യം പ്രാപിക്കണം. നിന്നോട് ദൈവം ഉണ്ടെന്ന്. സ്തോത്രം. യോശുവോട് പറഞ്ഞു, നീ പേടിക്കണം, നിന്നോടുകൂടെ ഞാനുണ്ട്. ഞാനുണ്ട്. യെശയ്യാ 41:10 വായിച്ച്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മതി. സ്തോത്രം. യെരമ്യാ 1:8 വായിച്ചു നോക്കിക്കേ. യെരമ്യാ പ്രവാചകനോട് ദൈവം പറയുകയാണ്, നീ അവരെ ഭയപ്പെടരുത്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. അപ്പൊ നോക്കിക്കേ, ഉൽപ്പത്തി മുതൽ കാലാകാലങ്ങൾ ദൈവം വിളിച്ച ദൈവമക്കളോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്ത സന്ദേശമുണ്ട്. സന്തോഷത്തിന് സന്ദേശമുണ്ട്. എന്നോട് കൂടി ഇരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിന്നോട് കൂടെ നടക്കുവാൻ എനിക്കും ആഗ്രഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഒരു ചോദ്യം, പഴയ നിയമത്തിലായിരുന്നു അവർ ഇങ്ങനെ ഇരുന്നത്, ഇപ്പൊ പുതിയ നിയമത്തിലുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ലൂക്കോസ് 1:28 വായിച്ചു. പുതിയ നിയമത്തിലുണ്ടോന്ന് അറിയണമല്ലോ. പഴയ നിയമത്തിൽ ദൈവം കൂടിരുന്നു, പുതിയ നിയമത്തിലുണ്ടോ? ദൂതൻ മറിയോട് പറയുക, കൃപ ലഭിച്ചവിടെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. യേശു മരിച്ചു, പുനരുദ്ധാനം ചെയ്തു, മറിയെ മരിച്ചു, എല്ലാവരും മരിച്ചു. സ്തോത്രം. ആമേ. യേശുവിന്റെ കാലഘട്ടം കഴിഞ്ഞു. അതിനുശേഷവും ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. അതിനുശേഷമുണ്ടെങ്കിൽ ഈ കാലയളവിലും കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. സ്തോത്രം. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 18:10 വായിച്ചു. ആക്ട്സ് 18:10. ഞാൻ നിന്നോട് കൂടെ, പൗലോസോട് പറയുക, ഞാൻ നിന്നോട് കൂടെ. ആരും നിന്നെ കൈയേറ്റ് പോ. സ്തോത്രം. മതി. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, തുടക്കം മുതൽ ഇന്ന് പകല് വരെ ദൈവത്തിന്റെ ആഗ്രഹം. സ്തോത്രം.
എൻ്റെ ജനത്തിൻ്റെ നടുവിൽ എൻ്റെ കൂടാരമടിച്ച് സ്തോത്രം അവരുടെ ഇടയിൽ വസിക്കുന്ന ഒരു ദൈവം, എന്നോടുകൂടെ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവാം ദൈവം. ആമേൻ. ഇന്ന് പകൽ നീ പിതാവ് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ നീയും ഒന്ന് ആഗ്രഹിച്ച്, എനിക്കും എൻ്റെ ഉറപ്പ് വരുത്തണം, എൻ്റെ ദൈവം എന്നോടുകൂടെ ഉണ്ട്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. എപ്പോൾ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്നുവോ അന്ന് നിന്റെ ആത്മമരണമാണ്. സ്തോത്രം. അവിടെ നീ അവസാനിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽ ഓർത്തുകൊള്ളുക. ആമേൻ. ഇവിടുത്തെ രാജാക്കന്മാരെ പോലെയല്ല, ഇവിടുത്തെ നേതാക്കന്മാരെ പോലെയല്ല. ഒരു അപ്പോയിൻമെന്റ് ആവശ്യമില്ല, ഒരു ഇൻട്രഡക്ഷന്റെ ആവശ്യമില്ല, ഒരു വാസ്തയുടെ ആവശ്യമില്ല. നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്നോടൊപ്പം കൂടിയിരിക്കുന്ന ഒരു ദൈവം കൂടിരിക്കുക മാത്രമല്ല, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരികയും നിന്റെ രാജ്യത്തെ ഉറപ്പിക്കുകയും നിന്നെ മാന്യതയുള്ളവനാക്കി മാറ്റുകയും അനേകരുടെ കണ്ണിൽ നീ ആശ്ചര്യമായി മാറ്റുകയും ചെയ്യാൻ കഴിയുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവിന്റെ സാന്നിധ്യമാണ് ഇന്ന് പകൽക്കാലം നീ ആഗ്രഹിക്കേണ്ടതും നീ പ്രാർത്ഥിക്കേണ്ടതും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളൊരു അടയാളം ഞാൻ പറഞ്ഞുതരാം. ചില പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ ഇടയ്ക്ക് ആഗ്രഹിക്കാറില്ലേ, ദൈവമേ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു സഹോദരനെയോ സഹോദരിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ? അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ലേ? പലപ്പോഴും ആഗ്രഹിക്കാറില്ലേ? ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, ദൈവത്തിന് സ്തോത്രം, ദൈവം നിന്റെ കൂടെ ഇരിക്കണമെന്ന് നിന്റെ അന്തരാത്മാവിലൊരു ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം പുറത്തു കൊണ്ടുവരാൻ ശത്രു സമ്മതിക്കുകയില്ല. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു കാര്യം, എപ്പോഴും നമ്മുടെ പ്രാർത്ഥന, എപ്പോഴും നമ്മുടെ ആഗ്രഹം ഞാനും എൻ്റെ പിതാവും ഒരുമിച്ച് നടക്കുന്ന ഒരു സ്വർഗീയ അനുഭവമായി മാറണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചോദ്യം എന്താണ്? എങ്ങനെ എൻ്റെ കൂടെ ഇരിക്കും ദൈവം? യഹോശാഫാത്തിനോട് എങ്ങനെ ഇരിക്കാൻ ദൈവം തീരുമാനമെടുത്തു, അതേപോലെ നമ്മളും ചെയ്താൽ നമ്മളുടെ കൂടെയും ആരിരിക്കും? ദൈവം ഇരിക്കും. യഹോശാഫാത്തിനെ കണ്ടപ്പോൾ നല്ല സുന്ദരൻ, നല്ല തടിമിട് കണ്ടിട്ട് കൂടെ ഇരിക്കാൻ ചിന്തിച്ചല്ല. യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ആ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പ് വരുത്താം, ദൈവം എന്നോട് കൂടെ ഉണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വേണേ ഒരു കുടുംബക്കാർക്ക് പറയാമായിരുന്നു, അപ്പൻ്റെ പാരമ്പര്യത്തെ മോശമാക്കാൻ ഇറങ്ങി തിരിച്ചവനെ, നീ അപ്പൻ്റെ മോശമില്ലാത്ത വഴിയെല്ലാം പരസ്യമാക്കിയവനെ എന്നൊക്കെ അവനെക്കുറിച്ച് പറഞ്ഞു കാണും. പക്ഷേ അവിടെ നിന്ന് അവൻ കുലുങ്ങിയില്ല. അവന് പറയുവാൻ സാക്ഷ്യമുണ്ട്, എൻ്റെ അപ്പൻ ദൈവപ്രകാരം നടന്ന വഴികളിൽ ഞാൻ നടക്കും, അല്ലാത്ത വഴികളിൽ ഞാൻ നടക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യെരമ്യാ പ്രവചനം 6-ാം അധ്യായം 16-ാം വാക്യം എന്ന് വായിച്ച്. ജെറമിയ 6:16. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഒത്തിരി വഴി കാണും. സ്തോത്രം. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് അതിൽ നടപ്പിൻ. സ്തോത്രം. എല്ലാ വഴിയിലും നടക്കരുത്. ഈ വഴികളിൽ ദൈവേഷ്ടപ്രകാരമുള്ള വഴി ഏതെന്ന് കണ്ടെത്തി അതിലൂടെ നടക്കണം. സ്തോത്രം. സ്തോത്രം. ഒത്തിരി വഴി നിന്റെ മുമ്പിൽ വരും, ഒത്തിരി മാർഗങ്ങൾ പഠിപ്പിച്ചു തരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നീ എന്ത് ചെയ്യണം? പിതാക്കന്മാർ നടന്ന പാതകളെ നോക്കിയിട്ട് അതിൽ നല്ല വഴിയെന്ന് കണ്ടെത്തി അതിൽ കൂടെ നടക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. എല്ലാം മുറുകെ പിടിക്കുന്ന നല്ലത് ഞാൻ പറഞ്ഞു, മുറുകെ പിടിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. ചില നല്ല ക്വാളിറ്റീസ് നമ്മൾ മുറുകെ പിടിക്കണം. എല്ലാം മുറുകെ പിടിക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ചോദ്യം, ദൈവദാസനെ, അല്ലെ ദൈവമേ, എനിക്ക് ആഗ്രഹമുണ്ട്, ദൈവം പറഞ്ഞ വഴിയിലൂടെ എനിക്ക് അങ്ങനെ പോയാൽ മതി. ഇന്ന് കേട്ട വചനപ്രകാരം ഒന്നുകൂടെ ഞാൻ ഉറപ്പിക്കുന്നു, എനിക്ക് ആ നല്ല വഴിയിൽ നടന്നാൽ മതി. എങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ നല്ല വഴിയാണ്? സ്തോത്രം. 2 കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ ദൈവവാതിൽ നടക്കാൻ പറ്റും. ഒന്ന്, സദൃശവാക്യം 16-ാം അധ്യായം 14-ാം അധ്യായം 12-ാം വാക്യം. പ്രോവേർബ്സ് 14:12. എങ്ങനെ നല്ല വഴി നടക്കാൻ പറ്റും? ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് നല്ലതായിട്ട് തോന്നും. അപ്പം
ദൈവവഴി പോകാനുള്ള ആദ്യത്തെ മാർഗം നീ ചിന്തിക്കുന്ന വഴിയിലൂടെ നീ പോകാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുക. നിനക്ക് ആഗ്രഹമുള്ള വഴിയിലൂടെ നീ പോകാതിരിക്കുക. സ്തോത്രം. 2, മറ്റു മനുഷ്യരും നിന്നോട് പറഞ്ഞു തരുന്ന വഴികളിൽ നീ എന്ത് ചെയ്യാതിരിക്കുക? പോകാതിരിക്കുക. ചില വഴിയൊക്കെ നല്ലതായിട്ട് തോന്നും, പക്ഷെ അതിൻ്റെ അവസാനം എന്തായിരിക്കും? മരണ വഴികളായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ ഒരു സ്ഥലത്ത് ഒരു സൈറ്റ് സർവേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് വെസ്കുവേറ്റ്, എനിക്ക് അറിയാത്തത് ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടു. അവസാനം ഒരു ഫെൻസിൻ്റെ മുന്നിൽ ചെന്ന് പറയും ടേക്ക് യു ടേൺ. അവിടെ യു ടേണും ഇല്ല, വൈ ടേണും ഇല്ല, ആർ ടേണും ഇല്ല. ആമേൻ സ്തോത്രം. ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ മരുഭൂമിയുടെ നടുവിലിങ്ങനെ കിടക്കുക. സ്തോത്രം. അപ്പുറം ഇപ്പുറം ഒന്നും കാണാനില്ല. സ്തോത്രം. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുന്നു. വഴി അറിയാവുന്ന വഴിയിലൂടെ പോകുമ്പോൾ അവസാനം ഞാൻ എന്ത് ചെയ്തു? അവിടെ ആയിരിക്കുന്ന ഒരുത്തനെ വിളിച്ചു. സ്തോത്രം. വിളിച്ചപ്പോൾ അവൻ കൃത്യമായിട്ട് വഴി പറഞ്ഞു തന്നു. എന്ന് പറഞ്ഞാൽ സ്തോത്രം, ആ വഴിയിലൂടെ പോയ പഴയ പിതാക്കന്മാരുടെ നല്ല പാതകളെ അന്വേഷിച്ച് അതിലൂടെ നടക്കാൻ. ചില വഴിയൊക്കെ നല്ല വഴിയായിട്ട് തോന്നുന്നുണ്ട്. ഒന്ന്, നിന്റെ ബുദ്ധിയിലുള്ള വഴിയിലൂടെ നീ പോകരുത്. മറ്റു മനുഷ്യൻ സജസ്റ്റ് ചെയ്യുന്ന വഴിയിലൂടെ നീ പോകരുത്. രണ്ടാമത്തെ എന്താണ്? യെശയ്യാപ്രവചനം 30-ാം അധ്യായം അതിൻ്റെ 20-21 വായിക്കാം. യെശയ്യാ 30. കഷ്ടത്തിൻ്റെ അപ്പവും ദൈവത്തിന് സ്വകാര്യം ഓർത്തോണം. നിനക്ക് വഴികാട്ടി തരുന്ന നിന്റെ ഉപദേഷ്ടാവ് നിന്റെ ഏത് സാഹചര്യത്തിലും അവൻ മറഞ്ഞിരിക്കുകയില്ല. അവൻ നിനക്കായി കാത്തിരിക്കുക. എന്ത് ചെയ്യണം? ഇത് തിരിച്ചറിയുന്ന ഞാൻ ഒരു ചുവട് വെക്കുമ്പോൾ എന്ത് ചെയ്യണം? വായിച്ചു. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കണ്ണ് ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ കർത്താവേ, നിന്റെ വഴിയെ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ തുടങ്ങുമ്പോൾ ആമേ മനുഷ്യന്റെ വഴിയിൽ ആശ്രയിക്കാതെ, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ, നിന്റെ ഉപദേഷ്ടാവായ കർത്താവിന്റെ വഴി കാണണമെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് നീ ഒരു ചുവട് വെക്കുമ്പോൾ നീ പോകണമോ പോകണ്ടയോ എന്ന് കർത്താവ് പറഞ്ഞു തരും. നിനക്ക് ദൈവത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുവാൻ കഴിയും. ഇതൊരു വലിയ പരാജയ മണ്ഡലമാണ്. ഇവിടുത്തെ പ്രശ്നം, എനിക്ക് എൻ്റെ വഴിയെ പോകണം, എൻ്റെ ഇഷ്ടങ്ങളിലൂടെ പോകണം, എൻ്റെ ആഗ്രഹങ്ങളിലൂടെ പോകണം. ഇവിടെയാ പരാജയപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവുമാണെങ്കിൽ കർത്താവേ, നിന്റെ വഴിയിലൂടെ ഞാൻ പോകും. ഈ എടുക്കുന്ന തീരുമാനം എന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമായിരിക്കാം. ഞാൻ എടുക്കുന്ന ചുവടുവെപ്പ് എന്നെ കഷ്ടത്തിലേക്ക് തള്ളിവിടുമായിരിക്കാം. പക്ഷേ ഞാൻ നീ പറയുന്നതല്ലാതെ ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ നീങ്ങുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവം കൂടിയിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ നമ്മൾ നടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വണ്ടിയിൽ പോകുന്ന വഴി ആമേൻ സ്തോത്രം ഒരു നല്ല ഒരു അടിപൊളി സിനിമാ തിയേറ്റർ കണ്ടു. അങ്ങോട്ട് കയറി സിനിമ ഇരുന്ന് കാണാം. അവിടോട്ട് ദൈവം വരികയില്ല. പോകുന്ന വഴിക്ക് സ്തോത്രം നല്ലൊരു ഷാപ്പ് കണ്ട്, അല്ലെങ്കിൽ ബാറ് കണ്ട്, അവിടെ കയറിയിരിക്കുക. അവിടെ ദൈവം വരികയില്ല. സ്തോത്രം. പോകുന്ന വഴിക്ക് സ്തോത്രം എവിടെങ്കിലും ഇഷ്ടമില്ലാത്ത വഴി, ദൈവം തന്നെ വഴിയും, അവിടെ ഒന്നും കർത്താവ് വരികയില്ല. ഞാൻ ചിന്തിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ പോകേണ്ട വഴി ഏതൊക്കെയാണ്? അതിലൂടെ മാത്രമേ കർത്താവ് വരികയുള്ളൂ. എങ്കിൽ മാത്രമേ ദൈവം നിന്നോട് കൂടി ഇരിക്കുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യഹോശാഫാത്തിന്റെ തീരുമാനം, എൻ്റെ പിതാക്കന്മാർ നടന്ന നല്ല വഴികളിൽ മാത്രം ഞാൻ നടക്കും. പിതാക്കന്മാർ നടന്ന പരാജയത്തിൻ്റെ വഴിയിലൂടെ ഞാൻ നടക്കുകയില്ല. അതിലൂടെ കടന്നുപോയാൽ ആമേൻ ദൈവസാന്നിധ്യം ഉണ്ടാകുകയും തിരിച്ചറിഞ്ഞ യഹോശാഫാത്ത് അവൻ തീരുമാനമെടുത്തു, ദൈവത്തിന് ഹിതമുള്ള, എൻ്റെ പിതാക്കന്മാർ നടന്ന ദൈവഹിതമുള്ള വഴികളിലൂടെ മാത്രമേ ഞാൻ നടക്കുകയുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് നമ്മൾ വായിച്ചു, ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തൻ്റെ പിതാവായ ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്തതുകൊണ്ട്. അന്വേഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ മാത്രം താൻ ആശ്രയിച്ചു. ദൈവമല്ലാത്തവയിൽ നിന്നും ദൈവം അവനെന്ത് ചെയ്തില്ല? ആശ്രയിച്ചില്ല. ഇന്ന് മനുഷ്യ ദൈവങ്ങളുടെ വലിയ പ്രശ്നമാണ്. അയ്യോ, ദൈവങ്ങളെ മുട്ടി നടക്കാൻ വയ്യ. ചിലരുടെ പേര് തന്നെ ദൈവം ചേർത്ത, കോട്ടയത്താണോ തിരുവനന്തപുരത്താണോ ശാന്തമ്മ ദൈവം, അങ്ങനെ വിളിക്കുന്നു. ശാന്തമ്മ ദൈവം.
സ്തോത്രം. ദൈവങ്ങളെ തട്ടി തട്ടി അടക്കാൻ വയ്യ. സ്തോത്രം. ഡൽഹിയിൽ ഒരു പ്രാവശ്യം ഗണപതി പാല് കുടിക്കുന്നു. ഭയങ്കര പ്രശ്നം. എല്ലാവരും കൊണ്ട് പാല് കൊടുത്തോണ്ടിരിക്കുക. ഗണപതി ആരാണ്ട് കുടിക്കുന്നു. സ്തോത്രം. അപ്പോൾ അന്നത്തെ വലിയ വിമർശകനായ സുകുമാർ അഴീക്കോട് ഇങ്ങനെ ചോദിച്ചു, രാത്രി കള്ളം വന്ന് ഭണ്ഡാരം തുറന്ന് മോട്ടിക്കുമ്പോൾ എന്നെ കള്ളം കൊണ്ടുപോകുന്നതെന്ന് വിളിച്ചു പറയാൻ കഴിയാത്ത ഗണപതിയാണ് ഇരുന്ന് പാല് കുടിക്കുന്നത് വെച്ചോടെ ആ പ്രശ്നം അവിടെ അവസാനിച്ചു. സ്തോത്രം. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? സംസാരിക്കുവാനോ ചലിക്കുവാനോ പ്രവർത്തിക്കുവാനോ കഴിയാത്ത ഒരു ദൈവത്തെയല്ല നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കൂടെ നടക്കാൻ വേണ്ടി ഒരു ദൈവത്തെയാ, ഒരു സ്ഥലത്തിരിക്കുന്ന ദൈവമല്ല, നമ്മുടെ കൂടെ നടക്കാൻ വരുന്ന ദൈവത്തെ നമ്മൾ സേവിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും അവിടേക്ക് ഇറങ്ങി വരും. സങ്കീർത്തനം പറഞ്ഞു, കൂരിൽ താഴ്വരെ കൂടെ നടന്നിട്ടും അവിടെ ഉണ്ട് പുള്ളി. സ്തോത്രം. ആമേ. വേളാങ്കണ്ണിയിലും അല്ലെങ്കിൽ ശബരിമലയിലും പോയപ്പോഴല്ല ദൈവത്തെ കണ്ടത്, എൻ്റെ കൂരിൽ താഴ്വരയിലും എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഓർത്തുകൊള്ളണം. ആമേൻ. ബാൽ വിഗ്രഹങ്ങളിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു. സ്തോത്രം. അവൻ ദൈവത്തെ മാത്രം അന്വേഷിച്ചു. സങ്കീർത്തനം 14:2 പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ആരുണ്ടെന്ന് ചോദിച്ചത്? ബുദ്ധിമാനുണ്ടോ എന്ന് ചോദിച്ചു. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്ന ആരാണ്? ബുദ്ധിമാൻ. അങ്ങനെയാണ് ദൈവമല്ലാത്തവയെ അന്വേഷിക്കുന്നവരെ എന്ത് വിളിക്കും? ബുദ്ധിഹീനൻ. സ്തോത്രം. എന്ത് ചെയ്തു? റോമാലേഖനം 1:21 മുതൽ ഒന്ന് വായിച്ചു. റോമാലേഖനം 1, റോമൻസ് ചാപ്റ്റർ 1:21-23. അവർ ദൈവത്തെ അറിഞ്ഞു ഒരിക്കൽ, എന്നാൽ ഈ ജീവനുള്ള ദൈവത്തെ മഹത്വീകരിക്കാതെ നന്ദി കാണിക്കുകയോ ചെയ്യാതെ സ്വന്തം ചിന്തയിൽ അവർ യൂസ്ലെസ് ആയി മാറി. അവർക്ക് വിവേകമില്ലാത്തതുകൊണ്ട് ഹൃദയം ഇരുണ്ടുപോയി. അവർ ജ്ഞാനികളെന്നൊക്കെ പറഞ്ഞെങ്കിൽ ശാസ്ത്രത്തിൽ ഒരു മണ്ടന്മാരായി തീർന്നു. കാര്യം ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാണെങ്കിൽ ദൈവമല്ലാത്തവിടെ പുറകെ പോകുന്നവൻ അവൻ മൂഢൻ, മണ്ടൻ. സ്തോത്രം. ആ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, നിൽക്കട്ടെ, മനുഷ്യൻ, നീ ഏതെങ്കിലും ഒരു മനുഷ്യനോട് പ്രാർത്ഥിക്കുകയോ മനുഷ്യനെ ദൈവമായി കാണുകയോ ചെയ്യുന്നെങ്കിൽ നിന്റെ പോലൊരു മണ്ടനില്ല. സ്തോത്രം. മനുഷ്യൻ, പക്ഷി, ഞാൻ പേര് പറയുന്നില്ല, നാൽക്കാലി, ചിലർക്കത് മാതാവാന്നാ പറയുന്ന. സ്തോത്രം. നാൽക്കാലി, ഇഴജാതി, ഈ രൂപങ്ങളെല്ലാം വെച്ച് മനുഷ്യനെ വെച്ച് അങ്ങ് പ്രാർത്ഥിക്കുക. സ്തോത്രം. മധ്യസ്ഥന്മാരെ വെച്ച് പ്രാർത്ഥിക്കുക. തേജസ്സുള്ള ദൈവത്തിന്റെ ആ തേജസ്സിനെ കെടുത്തിക്കളയുന്ന മൗഢ്യമുള്ള ഹൃദയം ഇരുണ്ടുപോയ മനുഷ്യർ ഇരുളിൽ നിന്ന് അന്ധകാരത്തിൽ നിന്നുകൊണ്ട് മനുഷ്യരെ മൃഗങ്ങളോടും നാൽക്കാലികളോടും പറവകളോടും പ്രാർത്ഥിച്ചുകൊണ്ട് തേജസ്സുള്ള ദൈവത്തിന്റെ മഹത്ത് അവരെല്ലാം അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ അവർ ജീവിക്കാൻ തുടങ്ങി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവർ മൂഢന്മാരായി മാറി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ഭൂമിയിലും ആകാശ മനുഷ്യരുടെയിലും വേറൊരു നാമവും നൽകിയിട്ട്, ഇതറിഞ്ഞിട്ടും എന്ത് ചെയ്യുക? മനുഷ്യരുടെ പുറകെ ഓടുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓർപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. അൽഫോൻസാമയുടെ കവറിങ്കൽ ഭക്തജനപ്രവാഹം, പരിമല തിരുമേനിയുടെ കവറിങ്കൽ ഭക്തജനപ്രവാഹം. എന്തുകൊണ്ടാ? അൽഫോൻസാമയും പരിമല തിരുമേനിയും പോയ മാർഗം എവിടെ വരെയാണ്? അവരുടെ കബറിങ്കൽ വരെ പോയി. സ്തോത്രം. അതുകൊണ്ട് മനുഷ്യരിൽ അവരുടെ കബറിങ്കൽ വരെ പോവുകയാണ്. എന്നാൽ യേശുവിന്റെ കബറിങ്കൽ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ശവകുടീരം മതിയെങ്കിൽ നീ അവരുടെ പുറകെ വെക്കൂ. നിത്യത ആവശ്യമെങ്കിൽ അക്ഷയനായ ദേശത്തിന്റെ മഹത്വത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ പിന്നാലെ നീ ഇറങ്ങിത്തിരിക്കും. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്ന മൂഢനായ മനുഷ്യൻ. ലൂക്കോസ് 15:11 വായിച്ച്, 2 പുത്രന്മാരുണ്ടായിരുന്ന ഒരു മനുഷ്യന്. ഒരുത്തൻ സ്വത്തെല്ലാം വാങ്ങിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അതിന് 12 പേര് വായിച്ചു.
പകുത്തു കൊടുത്തു. ആ ആ ആ ആ അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനിൽ ചെന്ന് ആശ്രയിച്ചു. എപ്പോഴാണെന്നറിയാമോ? ദൈവമല്ലാത്തവയിൽ പിതാവിൽ നിന്ന് അകന്ന് ബാക്കിയുള്ള സകല സുഹൃത്തുക്കളിൽ അവൻ ആശ്രയിച്ചു. ദേശത്തിലെ പൗരന്മാരിൽ ആശ്രയിച്ചു. അവൻ ബാക്കിയുള്ള മനുഷ്യരിൽ അവൻ ആശ്രയിച്ചു. സ്തോത്രം. ദൈവമല്ലാത്തവരിൽ ആശ്രയിച്ചപ്പോൾ അവന്റെ ജീവിതം നാശത്തിൽ ചെന്ന് അവസാനിച്ചു. എന്നാൽ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, അപ്പോൾ അവന് സുബോധം വന്നു. സ്തോത്രം. എപ്പോഴാണ് സുബോധം വന്നത്? ദൈവമല്ലാത്തവരെ ഞാൻ ആശ്രയിക്കുന്നത് ബോധം വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ സുബോധം വന്നപ്പോൾ അവൻ ആദ്യം ഓർത്തത് ആരെയാണ്? അവന്റെ അപ്പനെ. സുബോധം വന്നവന് ആദ്യം ഓർക്കുവാൻ കഴിയുന്ന പിതാവാൻ ദൈവത്തെ. സ്തോത്രം. ആമേൻ. ബാക്കിയുള്ളവരെയൊക്കെ ഓർക്കുന്നവർക്ക് എന്തില്ല? പറഞ്ഞേ, സുബോധം വന്നിട്ടില്ല. സ്തോത്രം. സുബോധമുള്ളവൻ ആദ്യം ഓർത്തത് അവന്റെ അപ്പനെയാ. ഞാനിങ്ങനെ ചിന്തിച്ചു, അവന് വേറൊരു സഹോദരനില്ലേ അവിടെ? ഒരു കാര്യം ചെയ്യാം, അപ്പൻ എന്തായാലും എന്നോട് കോപിക്കും. ഒരു പരുവത്തിൽ സഹോദരൻ വയലിൽ വേലയ്ക്ക് പോകുന്നവനാ. അതുകൊണ്ട് വയലിൽ ചെന്ന്, സഹോദര നീ എങ്ങനെയും ചെന്ന് അപ്പനോടൊന്ന് പറഞ്ഞ് എനിക്ക് തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം എന്ന് പറയുവാൻ അവന് കഴിഞ്ഞില്ല. എന്താ കാരണം? അവന് സുബോധം വന്നു. സ്തോത്രം. അവനെ മടക്കി കൊണ്ടുവരാൻ, അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, അവനെ പഴയ അനുഭവത്തിലാക്കുവാൻ എൻ്റെ അപ്പനല്ലാതെ വേറെ ആർക്കും കഴിയില്ലെന്ന് അവന് സുബോധം വന്നു. സ്തോത്രം. അവൻ പറഞ്ഞു, എൻ്റെ അപ്പന്റെ ഭവനം. അതുകൊണ്ട് ബാക്കി വായിച്ചു. അപ്പോഴേക്ക് സുബോധം ആശ്രയിച്ചപ്പോൾ ഞാൻ നശിച്ചു പോകുന്നു. ഇപ്പോൾ ഞാൻ സുബോധം എന്ന് പറയാ, എൻ്റെ അപ്പന്റെ ഭവനം. ഞാൻ എഴുന്നേൽക്കും, എൻ്റെ അപ്പന്റെ അടുക്കൽ ചെല്ലും. സ്തോത്രം. സുബോധം വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ എഴുന്നേൽക്കും, എന്റെ അപ്പന്റെ അടുക്കൽ ചെല്ലും. സ്തോത്രം. യഹോശാഫാത്ത് പറഞ്ഞു, എന്റെ ദൈവത്തിനല്ലാതെ വേറൊന്നിനും ഞാൻ ആശ്രയിക്കില്ല. സ്തോത്രം. സ്തോത്രം. ഞാനൊരു മകനാ, എനിക്കൊരൊറ്റ അപ്പനേ ഉള്ളൂ. സ്തോത്രം. വഴി കാണുന്നില്ല, അച്ഛാ അച്ഛാ എന്ന് വിളിക്കുക മാത്രം. എനിക്ക് ഒത്തിരി അപ്പന്മാരെ ഇല്ല. പണ്ട് പള്ളിയിൽ അച്ഛാ അച്ഛാ വിളിച്ചോളുന്നു. പെന്തിക്കോസ്ത് എന്തറിയോ? പെന്തിക്കോസ്തിന് എന്തറിയോ? എൻ്റെ ആത്മീയ പിതാവ്. മേലാ പറഞ്ഞേക്കരുത്. പിതാവ് ഒരുവനേ ഉള്ളൂ. ആരാ? പിതാവ് ഒരുവനേ ഉള്ളൂ. സ്തോത്രം. നിന്നെ വീണ്ടും ജനനത്തിൽ കൊണ്ടുവന്നത് നിന്റെ സ്വർഗീയ പിതാവാ. സ്തോത്രം. നിന്നെ വളർത്തിയത് സ്വർഗീയ പിതാവാ. സ്തോത്രം. മനസ്സിലാക്കുക. ദൈവത്തെ സ്തുതിക്കുക. പണ്ട് നമ്മൾ പറയായിരുന്നു, പള്ളിയിൽ അച്ഛ അച്ഛ എന്ന് വിളിച്ച് ഒത്തിരി അപ്പന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെന്തിക്കോസ്തി വന്നിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ആത്മീയ പിതാവ്. നിന്റെ ആത്മീയ പിതാവ് ഒന്നേ ഉള്ളൂ. അവൻ സ്വർഗത്തിലിരിക്കുന്നു. അവൻ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ബാക്കി കൊടുക്കേണ്ട ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കെല്ലാം അവർക്ക് കൊടുക്കേണ്ട വിലയും മാന്യതയും കൊടുക്കണം. പക്ഷേ ആരെയും പിടിച്ച് എന്ത് ചെയ്തേക്കരുത്? പിതാവിൻ്റെ സീറ്റ് ഇരിക്കരുത്. ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്, സ്വർഗത്തിൽ പിതാവിൻ്റെ സീറ്റ് ഫിൽഡ് ആയി കഴിഞ്ഞു. ഇനി അതിനെന്തില്ല? വേക്കൻസി ഇല്ല. ഇഷ്ടം പോലെ വേക്കൻസി എന്തിനുണ്ട്? പറയൂ, ഓർക്കുന്നവര്. മകൻ എന്നപ്പോ വേക്കൻസി ഇഷ്ടം പോലെ ഉണ്ട്. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ആ വേക്കൻസിയിൽ കയറാം. പക്ഷേ എവിടെ കയറിയിരിക്കരുത്? അപ്പനൊന്നേ ഉള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അറിവില്ലായ്മ പറഞ്ഞെങ്കിൽ ഇന്ന് തിരുത്തിക്കോണം. ആത്മീയ പിതാവ് ഭൂമിയിൽ ആരുമില്ല. നടുന്നവരും നനയ്ക്കുന്നവരും വളരുമാറാക്കുന്നത് സ്വർഗീയ പിതാവ് അത്രേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് യഹോശാഫാത്ത് പറഞ്ഞു, ജീവനുള്ള ദൈവത്തിലല്ലാതെ ഊമ വിഗ്രഹങ്ങളിൽ ഞാൻ ആശ്രയിക്കുകയില്ല. മനുഷ്യരെ ഞാൻ ആരാധിക്കുകയില്ല. മനുഷ്യരോട് ഞാൻ പ്രാർത്ഥിക്കുകയില്ല. നാൽക്കാലികളോട് ഞാൻ പ്രാർത്ഥിക്കുകയില്ല. പറവകളോട് ഞാൻ പ്രാർത്ഥിക്കുകയില്ല. ഇടജാതികളോട് ഞാൻ പ്രാർത്ഥിക്കുകയില്ല. എന്നോട് സംസാരിക്കുക, എന്നെ വഴി നടത്തുകയും ചെയ്യുന്ന ജീവനുള്ള ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുമെന്ന് തീരുമാനിച്ചത് കൊണ്ട് ദൈവം അവനോടുകൂടെ ഇരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമത് പറഞ്ഞു, ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാൻ 14:21 വായിച്ച്. ജോൺ 14:23. ഈ ഭാഗോടെ അതിൽ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ജോൺ 14:23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് വാസം ചെയ്ത്. ശ്രദ്ധിക്കണമേ, സ്തോത്രം. നേർച്ചയാ. എന്താണ് നേർച്ച? ഈ വർഷം കുടുംബമായിട്ട് ഞങ്ങളവിടെ പോവും, വേളാങ്കണ്ണിക്ക് പോകും. അവിടെ ചെന്ന് ഉണ്ണിയേശുവിൻ്റെ തലയിൽ കൂടെ എണ്ണ എടുത്ത് ഒഴിക്കും. ആരുണ്ടാക്കിയതാ? മനുഷ്യന്റെ ആചാരം. നീ കാശ് മുടക്കി വേളാങ്കണ്ണി പോയി. കർത്താവ് പറയാ, എന്നെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യും? എൻ്റെ വചനം അനുസരിക്കും. നീ വേളാങ്കണ്ണിയിലോട്ട് പോകണ്ട, ഞങ്ങൾ നിന്റെ അടുത്തോട്ട് വരുമെന്ന്. സ്തോത്രം. എന്ത് മനസ്സിലായി? മനസ്സിലാക്കുന്ന ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ടൊരു പള്ളിയിൽ പോയായിരുന്നു. എവിടെ ആയിരുന്നു? നമ്മൾ എണ്ണ ഒഴിക്കാൻ വേണ്ടി പോയായിരുന്നു. സ്തോത്രം. എവിടെ? ചെറുപ്പുങ്കൽ. ഉണ്ണിയേശുവിന്റെ തലയിൽ എണ്ണ ഒഴിച്ചാൽ എന്തിനു കിട്ടും? കുഞ്ഞുണ്ടാകും, പിള്ളേരുണ്ടാകും. എടത്തുവായിൽ എന്താണ്? അന്തോണീസ്. എന്താണ് അദ്ദേഹം? കോഴിയെ കൊടുത്തില്ലെങ്കിൽ പുള്ളി പാമ്പിനെ വിട്ട് എന്ത് ചെയ്യും? കൊത്തിക്കും. സ്തോത്രം. അതുകൊണ്ട് അവിടുത്തെ നേർച്ച എന്താണ്? കോഴിയെ കൊടുക്കുക. സ്തോത്രം. യഹോശാഫാത്ത് പറഞ്ഞു, മനുഷ്യന്റെ ഒരാചാരവും, മനുഷ്യനല്ല, ഇസ്രായേലിന്റെ ആചാരം, ജാതികളുടെ അല്ല, ദൈവജനത്തിനിടയിൽ ഉണ്ടായ ആചാരപ്രകാരം ഞാൻ നടക്കുകയില്ല, ദൈവവചനപ്രകാരം നടക്കുമെന്ന് ആര് തീരുമാനമെടുത്തു? യഹോശാഫാത്ത് തീരുമാനമെടുത്തു. സ്തോത്രം, സ്തോത്രം. പെന്തിക്കോസ്തുകാരുടെ ഭയങ്കര ആചാരങ്ങളാ, വിശ്വാസികളുടെ മുടിഞ്ഞ ആചാരങ്ങളെ ഇപ്പം. ഹല്ലേലൂയ, സ്തോത്രം. കല്യാണത്തിൽ ഇറങ്ങുമ്പോൾ അമ്മാവും കയറി അല്ലെങ്കിൽ ആരെങ്കിലും കയറി ബാത്റൂമിൽ കയറിയിരിക്കും. എന്താ കാരണം? കാരണം പറ. ഭയങ്കര വിശ്വാസി, ആത്മാവിൽ ആരാധിക്കുക, പക്ഷേ രാഹുകാരൻ നോക്കുമ്പോൾ 10:30 ഇറങ്ങാവുള്ളൂ. ഇത് പറയാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി കയറി ബാത്റൂമിൽ ഇരിക്കുക. അവിടെ വെയിറ്റ് രാഹുകാലം കഴിയുമ്പോൾ ഞാൻ ബാത്റൂമിൽ ഇറങ്ങിക്കോ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വീട് വെക്കുമ്പോഴോ അതിന്റെ വാസ്തു എന്താണ് ഉണ്ടല്ലോ, വിധി. ഇതെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യാവുള്ളൂ? കന്നിമൂല അവിടെ ഇരിക്കണം, ഈ മൂല എവിടെ ഇരിക്കണം. സ്തോത്രം. ഒരു കാര്യം ഓർത്തോണം, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ നീ എന്തിനാ ഭവനം പണിയുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഭവനം ഇവിടെ അല്ല, നിന്റെ ഭവനം അക്കരെ നാട്ടില. സ്തോത്രം. നീ എങ്ങനെ പണിതാലും കർത്താവ് പണിതെങ്കിൽ നിലനിൽക്കും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാ വിദ്യയും നമ്മുടെ ഉണ്ട്. സ്തോത്രം. ആമേൻ. ഒന്നും വിട്ടുപോയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. റീസെൻ്റ്ലി ഒരാൾ അപ്പം മരിച്ചുപോയി. സ്തോത്രം. അപ്പം എനിക്ക് സങ്കടം വരി കേൾക്കും. ആരാ മരിച്ചത്? സ്വന്തം പിതാവ്. എന്താണ് സംഭവം? സഹോദരങ്ങളെ മക്കളെ തീരുമാനം എടുത്തു, അപ്പൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോൾ നമുക്കെല്ലാവർക്കും കറുപ്പ് ധരിച്ചിരിക്കണം. ഇവന്റ് മാനേജമെന്റ്. എന്നിട്ട് അപ്പൻ്റെ ശവശരീരം കല്ലറെ കൊണ്ടുപോകും, നമുക്കെല്ലാം വെള്ള ധരിച്ച് നിൽക്കണം. സ്തോത്രം. മനസ്സിലാക്കുക. ദൈവത്തെ സ്തുതിക്കുക. ആരാ മരിച്ചു കിടക്കുന്നത്? സ്വന്തം പിതാവ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങളിത് ഒരു കാര്യം ഓർക്കണം, ഇസ്രായേലിന്റെ ആചാരപ്രകാരം എന്ത് ചെയ്യരുത്? നടക്കരുത്. ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷയും ആചാരമല്ല, ഇത് വചനപ്രകാരമായിരിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മധുരം കൊടുപ്പ്. പെന്തിക്കോസ്തുകാരൻ തലേദിവസം വേറൊരു പേരിട്ട ചിന്തി. കല്യാണ തലേദിവസം ഈ മധുരം വെപ്പ് എന്നുള്ള പേരങ്ങ് മാറ്റി, അതിന് പകരം വേറൊരു പേര് വെക്കുന്നു. എല്ലാവരും കൂടി കുറച്ച് കഴിച്ച് കളയുന്നു. സ്തോത്രം. ഇതെല്ലാം നമ്മുടെ ഇങ്ങനെ കിടക്കുക. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ആമേ. എണ്ണിയാൽ തീരാത്ത കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഇസ്രായേലിൻ്റെ ആചാരം. ചിലരോട് ഞാൻ ചോദിക്കും, ഇതെങ്ങനെ നിങ്ങൾ ഈ കൊന്ത എടുത്തിങ്ങനെ ഉരുട്ടുന്നത്? എവിടെ കിടന്നു ബൈബിളിൽ? അത് പിതാക്കന്മാർ. മാറ്റിക്കൂ. കൊന്ത എവിടുന്നാ വന്നത്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുന്ന സ്വന്തം ക്രൂശും എടുത്ത് എന്ത് ചെയ്യട്ടെ?
എന്നെ അനുഗമിക്കട്ടെ. ഞാനന്ന് പള്ളിയിലാക്കിയ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഈ പള്ളിക്ക് ചുറ്റും കുരിശിൻ്റെ വഴിയുണ്ട് 14 സ്ഥലം. സ്തോത്രം. ഞാൻ അവരെ കളിയാക്കുകയല്ല, അവർക്കത് അറിഞ്ഞുകൂടാ, അറിവില്ലായ്മ ചെയ്യുന്നത്. ഞാൻ നോക്കുമ്പോൾ തടിയുടെ ഒരു ഡമ്മി കുരിശുണ്ടാക്കി. സ്തോത്രം. അത് തോളെ വെച്ചിട്ട് ചിലർ ഇഷ്ടിയെടുത്ത് തലയെ വെച്ചിട്ട് ചെരുപ്പ് പോലും ഇടാതെ ഒരു സ്തോത്രം കർത്താവിൻ്റെ കഷ്ടതയിൽ കൂട്ടാളിയായവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം യാഥാർത്ഥ്യം തിരിച്ചറിയുക. അവൻ പറഞ്ഞു, ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം 18-19 വായിച്ച് വേഗത്തിൽ നിങ്ങളുടെ വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കട്ടെ. വ്യർത്ഥവും പിതൃപാരമ്പര്യവും അങ്ങനെ നടന്ന ആ ഇസ്രായേലിന്റെ മനുഷ്യന്റെ ആചാരപ്രകാരം പാരമ്പര്യ പ്രകാരം നടന്ന നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. ഇനി ആ നടപ്പിലേക്ക് പോകരുത്. വീണ്ടെടുത്ത് എങ്ങനെയാണെന്നറിയാമോ? എന്തെങ്കിലും കൊണ്ട് ദൈവത്തിന് കൊടുത്തിട്ടാണ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ. സ്തോത്രം. കടും ചുവപ്പായ നിന്റെ പാപങ്ങളെ ഹിമം പോലെ വെളുപ്പിച്ച കുഞ്ഞാടിന്റെ നിയമരക്തത്തിൽ ആശ്രയിച്ച ദൈവത്തിന്റെ പൈതലേ, ഇനി നിന്റെ പാരമ്പര്യ വഴിയിൽ നീ നടക്കരുത്. സ്തോത്രം. നിന്റെ പഴയ വഴി നീ നടക്കരുത്. നിന്റെ ആചാരം നടക്കരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം അതിന് ദശാംശത്തെക്കുറിച്ച് ചോദിച്ചു. ദൈവാത്മാവ് പറഞ്ഞ കാര്യം പറയാം. 10% ഇങ്ങനെ പേടി എല്ലാവർക്കും. 10% കൊടുക്കണമല്ലോ. സ്തോത്രം. പുതിയ നിയമത്തിൽ അങ്ങനൊന്നും ഇല്ല. നീ സ്നേഹത്തോടെ കൊടുക്കുന്നത് 100% ഓർത്തോണം. സ്തോത്രം. എന്ന് മനസ്സിലായി? നീ സ്നേഹത്തോടെ കൊടുക്കുന്നത് എത്രയായി? 100% മാറി. നീ എത്ര കൊടുത്തത്? 10% 100%. നീ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ 100% ചെയ്താൽ മതി. സ്തോത്രം. നീ 10 ഓർത്ത് പേടിക്കാതെ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ പറഞ്ഞു, വിലയേറിയ കുഞ്ഞാടിന് നിർദോഷ രക്തത്താൽ അത്ര ദൈവത്തിന്. പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെ വാക്യം വായിച്ചേ. ലേവ്യ പുസ്തകം 18 3 മുതൽ 5 വരെ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രൈമിലെ പരിപാടിയായിട്ട് ഇങ്ങോട്ട് ചെയ്യണ്ട, നടക്കരുത്. നീ കൊണ്ടുവന്ന കനാൻ ദേശത്തിലെ എന്ത് ചെയ്യരുത്. സ്തോത്രം. അവരുടെ മര്യാദ നീ ആചരിക്കരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. എന്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ അനുസരിച്ചാൽ അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. സ്തോത്രം. നീ ഇന്ത്യയിലാണെങ്കിലും കുവൈറ്റാണെങ്കിലും കാനഡയാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒരു ദേശത്തെ ആചാരം നിന്റെ കയ്യിൽ എന്ത് ചെയ്യരുത്, കയറി പിടിക്കരുത്. കർത്താവ് ഞങ്ങളുടെ ദൂത് പറഞ്ഞതുപോലെ ഞങ്ങളെ വാഗ്ദേശത്ത് കൊണ്ടുപോയി. സ്തോത്രം. അമേരിക്കയിൽ ചെന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അമേരിക്കാരനായി. സ്തോത്രം. ഇപ്പോൾ ഫോൺ ചെയ്ത് 10ാം ക്ലാസ് പഠിച്ചതിനും ഞാൻ വിചാരിക്കും, നിനക്ക് മലയാളം അറിയില്ലേ? ചുമ്മാ പറഞ്ഞോണ്ടിരിക്കുക. സ്തോത്രം. ശരിക്കും. സ്തോത്രം. എവിടെ പോയാലും ഈ എപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, വഴി പോകുമ്പോൾ ഒരു പാമ്പിനെ കണ്ട എന്താ പറയും? അയ്യോ അതേ പറയത്തുള്ളൂ. സ്തോത്രം. അന്നേരം എപ്പൊന്നും വരത്തില്ല. സ്തോത്രം. അന്നേരം ഇവൻ തനി മലയാളിയാണെന്ന് വെളിപ്പെടും. സ്തോത്രം. മനസ്സിലാക്കി ഓർമ്മ. സ്തോത്രം. അപ്പോൾ എവിടെ ചെന്നാലും അവിടുത്തെ സിസ്റ്റം എന്ത് ചെയ്യുക, അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യുക. അതങ്ങ് നമ്മുടെ ശരീരത്തോടെ കയറുക. 430 വർഷം മിസ്രൈമിൽ കിടന്നവന്ന് ആലോചിച്ച് നോക്കിയേ. 20 വർഷമായ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കല്ലുവല്ലിന്ന് വരത്തുള്ളൂ. സ്തോത്രം. ഞാൻ 20 വർഷം മുമ്പ് പറയത്തില്ലായിരുന്നു. ഇടയ്ക്ക് താലെന്ന് വെള്ളമെന്നൊക്കെ പറഞ്ഞാൽ 20 വർഷമേ ഉള്ളൂ. 430 പറഞ്ഞാൽ അവൻ തനി മിസ്രൈമിനായി കാണും. സ്തോത്രം. അതും വേണ്ട. നിന്നെ കൊണ്ടുവന്നിരിക്കുന്ന വാഗ്ദേശത്തിലെ ആ പരിപാടി വേണ്ട. നിന്റെ ദേശം ഇവിടെയല്ല, നിന്നെ അങ്ങ് അക്കരെ നാട്ടിലെ എന്ത് മതി, പരിപാടി മതി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ കൽപ്പനകൾ നീ ആചരിച്ചാൽ അത് ചെയ്യുന്നതിന് അവയാൽ ജീവിക്കും. ഒരു വാക്കിട്ട് 2 രാജാക്കന്മാർ 17-19-20 പ്രാർത്ഥിക്കുക. അതിനുശേഷം
2 Kings 17, 19 and 20. ആ, യഹൂദയായി ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ പ്രമാണിക്കാതെ ഇസ്രായേൽ ഉണ്ടാക്കിയ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു. ആര്? യഹൂദ. ഇസ്രായേൽ ജനം ഇസ്രായേൽ ഉണ്ടാക്കിയ ചട്ടങ്ങളെ അനുസരിച്ച് ആരും നടന്നു? യഹൂദായി നടന്നു. സ്തോത്രം. അപ്പൊ എന്ത് സംഭവിച്ചു? അതുകൊണ്ട് യഹോവ ഇസ്രായേൽ സന്തതിയെ മുഴുവനും തള്ളി അവരെ താഴ്ത്തി കൊള്ളയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ഒടുവിൽ അവരെ അവന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്തു. സ്തോത്രം. ഞങ്ങൾ ഈ ആചാരം വെച്ചിട്ട് ഞങ്ങൾ ഒരു കുഴപ്പമില്ലായിരിക്കുകയാണല്ലോ. ഒടുവിൽ നിന്നെ എന്ത് ചെയ്യും? ശത്രുവിന്റെ പദ്ധതി ഏതാ? ഒടുവിൽ നിന്നെ നീക്കിക്കളയും. സ്തോത്രം. ഇപ്പോഴൊരു പ്രശ്നമില്ല. ഞങ്ങൾ നീ ആചാരം ആചരിക്കൊണ്ടോ അങ്ങനെ പോകുന്നതുകൊണ്ടോ ഒന്നും ഒരു പ്രശ്നമില്ല. സ്തോത്രം എന്ന് വിചാരിക്കുന്നെങ്കിൽ നീ മണ്ടനും മണ്ടിയാകരുത്. ഒടുവിൽ ദൈവം നിന്നെ നീക്കിക്കളയും. സ്തോത്രം. നീ നീങ്ങിപ്പോണമെന്നേ ദൈവത്തിന് ആഗ്രഹമുള്ളൂ. നിന്നെ കൊള്ളയിടുന്ന കയ്യിൽ ഏൽപ്പിച്ച് ദൈവം അവൻ്റെ സന്നിധിയിൽ നിന്നെ നീക്കിക്കളയും. സ്തോത്രം. യഹോശഫാത്തിന്റെ കൂടെ ദൈവം നടന്നു. എന്തുകൊണ്ട് നടന്നു? ദൈവത പ്രകാരമുള്ള വഴിയിൽ അവൻ നടന്നു. ഏക സത്യദൈവമായ ദൈവത്തിൽ, യഹോവയിൽ അവൻ ആശ്രയിച്ചു. 3, മനുഷ്യന്റെ ആചാരപ്രകാരമല്ല, ദൈവവചനപ്രകാരം അവൻ ജീവിച്ചു. അതുകൊണ്ട് യഹോവ അവനോടുകൂടെ നടന്നു. സ്തോത്രം. അവൻ്റെ രാജ്യത്വം ഉറപ്പിച്ചു കൊടുത്തു. ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു ദിവസം കൂടെ ദൈവം മുന്നറിയിപ്പ് തരികയാണ്. നീ മടങ്ങി വാ. എല്ലാ വഴികളിലും നീ നടക്കരുത്. എല്ലാ വഴികളിലും നീ നടക്കരുത്. സ്തോത്രം. 2, സ്തോത്രം, ഈ ഏകസത്യമായ ദൈവത്തിൽ മാത്രം നീ ആശ്രയിക്കുക. നിന്റെ മധ്യസ്ഥന്മാരും നിന്റെ വിശുദ്ധന്മാരും എല്ലാം നമ്മെപ്പോലെ, പറയുന്നു, ഏലിയാവ് നമ്മെപ്പോലെ സമസ്വഭാവമുള്ളൊരു മനുഷ്യനത്രേ. പൗലോസ് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ദേവന്മാരാക്കുന്നു? ഞാൻ നിങ്ങളെപ്പോലെ സമസ്വഭാവമുള്ളവനാണ്. ഏകസത്യമായ ദൈവത്തെ ആരാധിക്കുവാൻ പൗലോസ് വിളിച്ചു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ പറഞ്ഞു, മനുഷ്യനുണ്ടാക്കി ഓരാചാരവും ഞാൻ എന്ത് ചെയ്യല, ഞാൻ ആചരിക്കുകയില്ല. എൻ്റെ ദൈവകൽപ്പന, ദൈവവചനപ്രകാരം ഞാൻ ജീവിക്കും. അങ്ങനെയുള്ളവർക്കായി കർത്താവ് കാത്തിരിക്കുന്നു. ശക്തമായി ദൈവസ്ഥാനം അനുഭവിച്ച് മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ.